ഹായ് ഫ്രണ്ട്സ്, 3D ഹോം ടിപ്സിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് 3D മാക്സിലെ മെയിൻ മെനുവിലെ 4ാമത്തെ ഓപ്ഷനായ, അതായത് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഗ്രൂപ്പ് എന്നൊരു ഓപ്ഷൻ. അതിൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസുകൾ കാണാം. അതായത് ഗ്രൂപ്പ് കാണാം, അൺഗ്രൂപ്പ് കാണാം, ഓപ്പൺ കാണാം, അറ്റാച്ച്, എക്സ്പ്ലോർഡ് എന്നീ ഓപ്ഷനുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. തീർച്ചയായും നിങ്ങളൊരു 3D വിഷ്വലൈസർ ആണെങ്കിൽ, അതായത് നിങ്ങൾ തുടക്കക്കാരനാണെങ്കിൽ ഓർ ബിഗിനേഴ്സ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നതാണ്. അതിനാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇനി നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് 2 ഡൈനിങ് ടേബിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ഞാനൊന്ന് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒന്ന് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ടേബിൾ ഒന്ന് സെലക്ട് ചെയ്തു, അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യിച്ചു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് 2ാമത്തെ ടേബിൾ ഒന്ന് സെലക്ട് ചെയ്ത് ഒന്ന് മൂവ് ചെയ്യിക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ കണ്ട ഈ 2 ടേബിളുകളും, അതായത് ഈ 2 ഡൈനിങ് ടേബിൾ മൂവ് ചെയ്യിച്ചപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ ഫസ്റ്റത്തേത് ഗ്രൂപ്പ് ചെയ്യാത്ത ഡൈനിങ് ടേബിളും 2ാമത്തേത് ഗ്രൂപ്പ് ചെയ്ത ഡൈനിങ് ടേബിളും ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതെങ്ങനെ ഗ്രൂപ്പ് ചെയ്യാമെന്നത്, അതായത് സെപ്പറേറ്റ് ആയ ഈ ടേബിൾസ് എങ്ങനെ ഗ്രൂപ്പ് ആക്കാം എന്നതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി 1ാമത്തെ ടേബിൾ ഞാൻ എടുക്കുകയാണ്. അതായത് അപ്പോൾ അതിൽ ഓരോ ഒബ്ജക്റ്റും, ഈ ചെയറ്, പ്ലേറ്റ്, പ്ലാന്റ്സ്, ഇവ ഓരോന്നും കൺട്രോൾ അമർത്തി പിടിച്ചതിന് ശേഷം ഓരോന്നും സെലക്ട് ആക്കുകയാണ്. ഈ കൺട്രോൾ അമർത്തി പിടിച്ചാൽ മാത്രമേ എല്ലാം ഒരുമിച്ച് സെലക്ട് ആകത്തുള്ളൂ, അത് മനസ്സിലാക്കുക. ഓക്കെ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ ടേബിൾ സെലക്ട് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാം. വീണ്ടും ഞാൻ കൺട്രോൾ അമർത്തി പിടിച്ചിട്ട് നേരത്തെ സെലക്ട് ആവാത്തത് ടേബിൾ ഒന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ഒന്ന് മൂവ് ചെയ്യുക. അപ്പോൾ എല്ലാ ഒബ്ജക്റ്റും ഇവിടെ സെലക്ട് ആയതായിട്ട് കാണാം. അതിനുശേഷം നിങ്ങൾ മെയിൻ മെനുവിൽ 4ാമത്തെ ഓപ്ഷനായ ഗ്രൂപ്പിൽ വരിക. അതായത് എവിടെയാണെന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ ഞാൻ മൗസ് കൊണ്ട് കാണിക്കുന്നതായിട്ട് കാണാം. ഓക്കെ. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ, അപ്പോൾ ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ഫസ്റ്റത്തെ ഓപ്ഷനായ ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിനൊരു നെയിം കൊടുക്കുക. അവിടെ ഒരു സെൻറ്ററിൽ ഒരു ബോക്സ് വന്നതായിട്ട് കാണാം, ഗ്രൂപ്പ് നെയിം കൊടുക്കേണ്ട സ്ഥലം. അവിടെ നിങ്ങളൊരു ഡൈനിങ് ടേബിൾ എന്നൊരു നെയിം കൊടുക്കുക. ഏത് ഒബ്ജക്റ്റാണോ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ നെയിം കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഒന്ന് മൂവ് ചെയ്യുക. ഓക്കെ. ഇനി അടുത്തത് ഈ ഗ്രൂപ്പ് ചെയ്ത ഈ ഡൈനിങ് ടേബിളിൻ്റെ ഉള്ളിൽ ചെയർ, പ്ലാന്റ്, ടേബിൾ, പ്ലേറ്റ്സ് എന്നീ ഒബ്ജക്റ്റുകൾ പെട്ടിരിക്കുന്നതായിട്ട് കാണാം. ഈ ഒബ്ജക്റ്റുകളെ എങ്ങനെ പുറത്ത് ചാടിക്കാം എന്നതാണ് ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത്. ഈ പുറത്ത് ചാടിച്ചാൽ മാത്രമേ ഇവ സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിനുവേണ്ടി ഞാൻ ഡൈനിങ് ടേബിൾ വീണ്ടും സെലക്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും ഗ്രൂപ്പ് എന്ന ഓപ്ഷനിലേക്ക് പോകുന്നു. അതിൽ 2ാമത്തെ ഓപ്ഷനായ അൺഗ്രൂപ്പ് എന്ന ഓപ്ഷൻ കാണാം, അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ എല്ലാം സെപ്പറേറ്റ് ആയതായിട്ട് കാണാം. ഓക്കെ. അപ്പോൾ അതും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ഗ്രൂപ്പ് ചെയ്ത ഈ ഡൈനിങ് ടേബിൾ എങ്ങനെ
അൺഗ്രൂപ്പ് ചെയ്യാതെ എഡിറ്റ് ചെയ്യാം എന്നതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിൽ കാണുന്ന ഈ 6 ചെയർ നമുക്ക് ആവശ്യമില്ല. ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് 4 ചെയറേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ അൺഗ്രൂപ്പ് ചെയ്യാതെ എങ്ങനെ അത് 2 എണ്ണം ഡിലീറ്റ് ആക്കാം, അല്ലെങ്കിൽ ആ പ്ലാന്റ് ഒന്നിൽ കൂടുതൽ എങ്ങനെ ചെയ്യാമെന്നതാണ് ഇനി അടുത്തതായിട്ട് നോക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഈ ടേബിൾ ഒന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ഗ്രൂപ്പ് എന്ന ഓപ്ഷനിലേക്ക് പോയി അതിൽ 3ാമത്തെ ഓപ്ഷനായ ഓപ്പൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നിങ്ങളൊന്ന് സെലക്ട് ചെയ്താൽ ഏത് ചെയറാണോ വേണ്ടാത്തത് ഈ 2 ചെയർ ഞാനൊന്ന് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഈ പ്ലേറ്റും ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഗ്രൂപ്പിലേക്ക് പോയിട്ട് ക്ലോസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ക്ലോസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ പഴയ പോലെ അത് ഗ്രൂപ്പ് ആയതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ചെയർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ടേബിൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഗ്രൂപ്പിൽ പോയിട്ട് ഓപ്പൺ വീണ്ടും എടുക്കുക. അതിനുശേഷം ഇവിടെ നിന്നൊന്ന് ഒരു ചെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഷിഫ്റ്റ് ക്ലിക്ക് അമർത്തി പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക. എന്നിട്ട് ഇവിടെ കോപ്പി എന്ന് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റിൻ്റെ ഷോർട്ടാണ് കീബോർഡിൽ ഇ. അതിനുശേഷം ഒന്ന് അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്തതിനാൽ നേരെ ഇവിടെ പോവുക. ഇവിടെ 5 ആംഗിൾ ഒന്ന് 45 കൊടുക്കുക. അതിനുശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ പെട്ടെന്ന് കറക്റ്റ് റൊട്ടേറ്റ് ആകുന്നതായിട്ട് കാണാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക. ഓക്കെ, ഇനി ഓപ്പോസിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നേരെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക. എന്നിട്ട് കോപ്പി കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. എന്നിട്ട് നേരെ മെയിൻ മെനുവിൽ പോയിട്ട് മിറർ എന്നൊരു ഓപ്ഷൻ കാണാം. അല്ലെങ്കിൽ നേരത്തെ ചെയ്ത പോലെ റൊട്ടേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ മിറർ കൊടുക്കുകയാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് നേരെ അത് മിറർ ആയതായിട്ട് കാണാം. ഓക്കെ, അതിനുശേഷം നേരെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഗ്രൂപ്പിൽ പോയിട്ട് ക്ലോസ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ 6 ചെയർ ആയതായിട്ട് കാണാം. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം ആ ഒബ്ജക്റ്റ് ഗ്രൂപ്പായി കിടക്കുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ഈ ടേബിളിൽ 6 ചെയർ ഉണ്ട്. ഈ 6 ചെയറിൽ ആണെങ്കിൽ ഒരു ചെയർ നമുക്ക് ഒന്ന് സെപ്പറേറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 ചെയർ സെപ്പറേറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതിനു വേണ്ടിയാണ്, അതിനുള്ള ഓപ്ഷനാണ് ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ ഗ്രൂപ്പ് ചെയ്ത ഈ ഒബ്ജക്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും ഗ്രൂപ്പ് എന്ന ഓപ്ഷനിലേക്ക് പോയിട്ട് അതിൽ ഓപ്പൺ എന്ന ഓപ്ഷൻ എടുത്തു. എന്നിട്ട് ഏത് ചെയറാണോ സെപ്പറേറ്റ് ആക്കേണ്ടത് ആ ചെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഗ്രൂപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡിറ്റാച്ച് എന്നൊരു ഓപ്ഷൻ കാണാം, അവിടെ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം വീണ്ടും ഈ ഗ്രൂപ്പ് ചെയ്ത ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്ലോസ് കൊടുക്കുക. ഗ്രൂപ്പിലൊന്ന് ക്ലോസ് കൊടുക്കുക. എന്നിട്ടൊന്ന് മൂവ് ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഡിറ്റാച്ച് ചെയ്യാൻ ആ ചെയർ മാത്രം അവിടെ കിടന്ന് ബാക്കിയുള്ള ഒബ്ജക്റ്റൊക്കെ മൂവ് ആകുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് നേരത്തെ ഈ ഡിറ്റാച്ച് ചെയ്ത ഈ ഒരു ചെയർ ഇനി നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റുമായിട്ട് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതുമായിട്ട് ഒരുമിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ചെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ അറ്റാച്ച് എന്നൊരു ഓപ്ഷൻ കാണാം. എന്നിട്ട് ഈ ചെയർ
അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റാണോ അറ്റാച്ച് ചെയ്യുന്നത് അത് ഏതുമായിട്ടാണ് അറ്റാച്ച് ചെയ്യേണ്ടത് അതുമായിട്ട് ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഒന്ന് മൂവ് ചെയ്യിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ടേബിളുമായിട്ട് അറ്റാച്ച് ആയതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞ അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതായത് വീണ്ടും ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, വീണ്ടും ഞാൻ ഇതൊന്ന് ഡിറ്റാച്ച് ആക്കുകയാണ്. അതിനുവേണ്ടി ഓപ്പൺ ചെയ്തു, ഈ ഒരു ചെയർ ഡിറ്റാച്ച് ആക്കുകയാണ്. ഓക്കെ, ഡിറ്റാച്ച് എന്ന് കൊടുത്തു. അപ്പോൾ അതിനുശേഷം ഈ ഒബ്ജക്റ്റ് ക്ലോസ് ആക്കി, എന്നിട്ട് വീണ്ടും പഴയ പോലെ ആക്കി. ഇനി നമുക്ക് ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഈ ഒബ്ജക്റ്റാണ്, ഈ ഒരു ചെയറാണ് ഈ ഡൈനിങ് ടേബിളായിട്ട് അറ്റാച്ച് ആക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഈ ചെയർ സെലക്ട് ചെയ്തു. അതിനുശേഷം ഗ്രൂപ്പിൽ സെലക്ട് ചെയ്തു, അതിൽ അറ്റാച്ച് എന്നൊരു ഓപ്ഷൻ കാണാം. അതിനുശേഷം ഡൈനിങ് ടേബിൾ സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യിച്ചാൽ നിങ്ങൾക്ക് കാണാം ഈ ചെയർ ഈ അറ്റാച്ച് ചെയ്ത ചെയറും മൂവ് ആവുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ഗ്രൂപ്പ് ചെയ്ത എല്ലാ ഒബ്ജക്റ്റും ഈ ഗ്രൂപ്പ് ചെയ്ത ഈ ഒബ്ജക്റ്റ് എല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ വസ്തുക്കളും സെപ്പറേറ്റ് എങ്ങനെ ആക്കാം എന്നതാണ് അടുത്തത്. അതിനുവേണ്ടി ഈ ഗ്രൂപ്പ് ചെയ്ത ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഗ്രൂപ്പ് എന്ന ഓപ്ഷനിലേക്ക് പോയി അതിൽ എക്സ്പ്ലോർഡ് എന്നൊരു ഓപ്ഷൻ കാണാം, അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് സെലക്ട് ചെയ്താൽ ഈ ഗ്രൂപ്പ് ചെയ്ത എല്ലാം സെപ്പറേറ്റ് ആയതായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ഓപ്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോകൾക്കായി വെയിറ്റ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.